വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. വീണ്ടും ഒരു ചായ റെസിപ്പി ആയിട്ട് വന്നിരിക്കുകയാണ് ഞങ്ങള്. പിന്നെ ഇൻട്രോ എടുക്കുന്ന ആള് കുറച്ച് അപ്പുറത്താണ്, ഞാൻ വിളിച്ചിട്ട് കേട്ടോ. വന്നോളൂ കഴിഞ്ഞു. നെക്കിയില്ലേ? നെക്കിയിട്ടുണ്ട്. ചെറിയ പിഴവൊക്കെ സംഭവിക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സുഖവും കാര്യങ്ങളും ഞങ്ങൾ ചോദിക്കും. ഞങ്ങൾ ഞങ്ങളുടെ പരിപാടി നേരെ ഒന്ന് കേരളമാണ്. എല്ലാവർക്കും സുഖമാണ്. ചായ കുടിച്ചെന്നൊക്കെ വിശ്വസിക്കുന്നു. ഓൾറെഡി ചായ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാന് ചായയും പഞ്ചസാരയും ഒരു ഏലക്കയും പൊടിച്ചാലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ ചായ ഉഷാറായിക്കൊണ്ടിരിക്കുന്നു. അവളെന്തോ കുക്കറില് എടുത്തു വെക്കുന്നുണ്ട്. ഇന്നത്തെ 4 മണി പലഹാരം കപ്പക്കിഴങ്ങ് സ്വീറ്റ് പൊട്ടറ്റോ മധുരക്കിഴങ്ങ് ആവി വരുന്നുണ്ടോ? നല്ല മഞ്ഞ കളറാട്ടോ. പക്ഷെ വീഡിയോയില് കാണുമ്പോ വെളുത്തിട്ടാണ്. വീഡിയോയിൽ വെളുത്താണ്. അതാ കളർ വേരിയേഷൻ വരുന്ന. അത് കുഴപ്പമൊന്നുമില്ല. എന്റെ സ്റ്റാൻഡ് ഒന്നുമില്ല, അതാണ് ഇങ്ങനെ കിടന്ന് ഷെയ്ക്കാണ്. ക്ഷമിക്കുക. മധുരക്കിഴങ്ങ് ഇതൊന്നും ചെറുക്കണം. അരിപ്പ വച്ചെടുക്കണം. മധുരക്കിഴങ്ങ് എത്ര പീസുണ്ട്? 1 2 3 4 5 6 പീസുണ്ട്. ഇതേ കണക്ക് മാഷാണ്, അതുകൊണ്ടാണ് കണക്ക് പറയുന്നത്. മെയിൻ സബ്ജക്ട് കണക്ക്. അതെ, അതിനകത്ത് സ്പൂൺ ഇട്ടുണ്ടല്ലോ. അടി ചായ കളിച്ചു തോന്നു. ചായ കളിച്ചു. ചായപ്പൊടി ഇട്ടു. കുറച്ച് ചായപ്പൊടി നിങ്ങൾക്ക് പരിചയം ഉണ്ടാവുമല്ലോ നമ്മുടെ ചായപ്പൊടി പാത്രത്തിൽ. അതെ, തളിച്ച് ചായ കളിച്ചു. ചായപ്പൊടി ഇത്തിരി മതി. മധുരം കുറച്ചിട്ടുള്ളൂ. ചായപ്പൊടിയും കുറച്ച്, അത് മതി. സെക്കൻഡ് ചായ തളിച്ച് മറിയുണ്ട്. അടിപൊളിയായിട്ട് തളിച്ച് മറിയുണ്ട്. ചായ ഓഫായി. സ്റ്റവ് ഓഫായി. ഇനി എന്തുട്ടാ? ശരി, കാണുന്നൊരു ഭംഗിക്ക് വേണ്ടി. ധാരാളം. നല്ല ചൂടാ. വെരി ഹോട്ട് എക്സോതെർമിക് റിയാക്ഷൻ. ചായ കുടിക്കാം. സമയം 6 നമുക്ക്. അവര് ചായ കുടിച്ച് കഴിഞ്ഞാണ്. എല്ലാം അവള് സെറ്റ് ചെയ്യുന്നുണ്ട്, റെഡിയാക്കുന്നുണ്ട്. ആരോ കരയെന്ന് വെച്ചേക്കുന്നുണ്ട്. കുട്ടികളാണ്. ചായയും മധുരക്കിഴങ്ങും അവിടെ അടിപൊളി. ഇതങ്ങനെ പോണോ? ഇങ്ങോട്ട് വിട്ടെ. ഇപ്പൊ കാണാലോ. ചെയർ എടുത്തോണ്ട് വരുന്നുണ്ട്. നമുക്ക് ചായ കുടിക്കാനിരിക്കാം. എല്ലാവരും ചായ കുടിച്ചു എന്ന് കരുതുന്നു. സ്റ്റാൻഡ് കിട്ടിക്കഴിഞ്ഞാൽ ഷേക്കിംഗ് എല്ലാം മാറിക്കോളും. എല്ലാം ഒന്ന് ഓട്ടോമാറ്റിക് ആയിക്കോളും. അതുവരെ ക്ഷമിക്കുക. ചായ വെച്ചു. ചൂടാണ്. പൊട്ടണ ഗ്ലാസ് ഞങ്ങൾ സ്റ്റീൽ ഗ്ലാസ്. ഭയങ്കര പേടി. അന്ന് പൊട്ടിയോണ്ട് അന്ന് ആ ചെറിയ ഗ്ലാസ് പൊട്ടി വെച്ചത് ഭയങ്കര പേടി. ചെറിയ ഗ്ലാസ് ഞങ്ങൾ ഇന്നാള് ഒരു ദിവസം അങ്ങനെ ചായ ഒഴിച്ച് വെച്ചതാട്ടോ. എടുത്തില്ല, അപ്പൊ അതിന് ഗ്ലാസ് പൊട്ടി. മകന്റെ തൊടയിലേക്ക് വീണത്. പൊട്ടൊന്നുമില്ല. അങ്ങനെ പൊട്ടൊന്നുമില്ല. കുറച്ച് വെച്ചാൽ അങ്ങനെ പൊട്ടൊന്നുമില്ല. 2 പീസ് അതിനകത്തേക്ക് വെച്ചു. ഇത് മഞ്ഞ കളർ കേട്ടോ. സ്പൂണാണോ? വേണ്ട, ചൂടല്ല.
ഇത് 2 എനിക്ക് 2 കഷ്ണം കിട്ടി. ഇത് ഒരെണ്ണം മഞ്ഞ കളറാണ് കേട്ടോ. ഭയങ്കര ചൂട്. അടുത്ത് വെച്ചാൽ കാണുന്നുണ്ടെങ്കിൽ മഞ്ഞ കളർ മഞ്ഞയാണോ പച്ചയാണോ നോക്കി കാണുന്നില്ല, ക്ലിയർ ആവുന്നില്ല. അത് പോട്ടെ, കുഴപ്പമില്ല. അപ്പൊ ആദ്യം ചായ കുടിച്ചാൽ ചായ എങ്ങനെയുണ്ട്? കുടിച്ചാൽ പോട്ടെ. ഞങ്ങൾ അധികം പൊടിയൊന്നും ഇടൂല കേട്ടോ, ലൈറ്റ് ആയിട്ട്. ചൂടുണ്ട്. ഒന്നും കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. കിട്ടി ലൈറ്റാണ് കണ്ടപ്പോ, വെള്ളം പോലെ ട്രാൻസ്പെറന്റ് എല്ലാം കാണാം. ഞങ്ങളെ കാണാൻ അതിനകത്ത് കടുപ്പത്തില് പാലുണ്ടാവുമ്പോ കടുപ്പത്തില് ചായ കുടിക്കണം. കട്ടൻ ചായ ആവുമ്പോ അങ്ങനെ ലൈറ്റ് ആയിട്ട്. ലൈറ്റ് എന്നല്ല അറിയാം, ലൈറ്റ്. മധുരം കുറവാണ്, എന്നാലും രസമുണ്ട്. ഇല്ലെങ്കിലും അങ്ങനെ തന്നെ പറയാം. നല്ല ചൂട്. അത് കുറച്ചായിട്ട് അവിടെ ഇരിക്കട്ട് സ്പൂൺ തരാം. അത് നല്ലതാണ്. സ്പൂൺ ഉണ്ടാവില്ല കുക്കറിനകത്ത്. അത് ചൂടായിരിക്കാം. ചെറിയ സ്പൂൺ ചെയ്താട്ട. ചെറിയ സ്പൂൺ കിട്ടി. നോക്കിയാ അങ്ങനെ ഉണ്ട്. മധുരം ഉണ്ടോ നോക്കിയാ. ചിലത് മധുരം ഉണ്ടാവും, ചിലത് നല്ലത്. നല്ല ബന്ധു അല്ലേ? അങ്ങനെ ഞങ്ങളെ ചായ ടൈം കേട്ടോ. ഞങ്ങൾ വിചാരിക്കും ഇവർക്ക് എപ്പോഴും ഭക്ഷണം കഴിക്കണം. കാരണം ഞങ്ങൾക്ക് ചോറും ചായയും ഒരേ സമയത്താണ്, വലിയ വ്യത്യാസമല്ല. അങ്ങനെ ഇപ്പൊ തന്നെ രാത്രി ഭക്ഷണം കഴിക്കണം. ഇനി ആദ്യത്തെ ഭക്ഷണം കിട്ടണോ വേണ്ട അല്ലേ? എടുത്തോ, അങ്ങനെ എടുത്തോ. രാത്രിക്കത്തെ ഫുഡ് എന്താ? രാത്രി അതാണ് ഉച്ചക്ക് കഴിച്ചാൽ തന്നെ സെയിം ഐറ്റം, മാറ്റൊന്നുമില്ലല്ലോ. കഴിച്ചോ? ചൂടുണ്ടേ. മധുരം കുറവല്ലേ, വലിയ മധുരമൊന്നുമില്ല. പക്ഷെ അത് പിന്നെ നല്ലതാണെന്നാ പറയാ. ഒരുപാട് ഗുണങ്ങളൊക്കെ അടങ്ങിയതാണെന്നാ പറയാറ്. ഗുണങ്ങൾ എന്താന്ന് എന്നോട് ചോദിക്കരുത് കേട്ടോ. അതിനെപ്പറ്റി അറിയില്ല, നമ്മളെ നോക്കിയിട്ട് വേണം. അല്ല ഗൂഗിളോ കേട്ടിട്ടുണ്ട്, അല്ല ജെമിനിയിലോ ഒക്കെ പോയി തപ്പണം. നല്ലതാണ്, ടേസ്റ്റ് ഉണ്ടല്ലോ. എല്ലാരും ചായ കുടിച്ച് കാണാതിരിക്കൂല. ഇതൊക്കെയാണ് ഞങ്ങളുടെ ചായക്കടികള്, ചെറിയ ചെറിയ കടികള്. പാല് ഞായറാഴ്ച മാത്രം അല്ലേ? കട്ടൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. പാല് ഞായറാഴ്ച മാത്രം വരുന്നതിന് 2 നേരം അല്ലേ? പാല് ദിവസം കുടിച്ചാൽ കഫക്കെട്ടാണ്, പനി വരുന്നു. പനി ജലദോഷം, കഫക്കെട്ട്, രാത്രി കൊരയോട് കൊര പാല് കുടിച്ച. കട്ടൻ കുടിച്ച കൊരയില്ല. കൊരയൊക്കെ മലപ്പുറം സ്റ്റൈൽ ഭാഷയാണ് കേട്ടോ. ഞങ്ങൾ ചുമക്കാന്നറിയുള്ളൂ. ഞങ്ങള് വരാന്നറിയില്ല. പിന്നെ മൂച്ചി മാവ്. പിന്നെ ഉൽപ്പ. നിങ്ങക്ക് ഉൽപ്പ എന്താണെന്നറിയാവോ? മലപ്പുറംകാർക്ക് അറിയാം. മലപ്പുറംകാർക്കറിയാം ഉൽപ്പന്നാണ് വീട്ടുപേര്. ഞാൻ ഉൽപ്പൊന്നുമില്ല, ഞാൻ ഇവിടെ വന്നതിന് ശേഷം അറിഞ്ഞു. പിന്നെ വീതന എന്നൊരു വാക്കുണ്ട്, അതിനെന്നറിയാം വീതന. സത്യത്തിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞ ഇപ്പോഴും അറിയില്ല കേട്ടോ. പല വാക്കുകളും കിട്ടുന്നില്ല. വീതന എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനത്തെ തിണ്ട് അടുക്കളയിലില്ല, തിണ്ണ അങ്ങനെയൊക്കെ പറയാം ഞങ്ങള്. തിന്നാണോ? തിണ്ണ ശരി, അങ്ങനെയൊക്കെ പറയും. തിണ്ട്, തിണ്ണ, വീതന. എന്നാ പിന്നെ അധികം പോരാടിപ്പിക്കണ്ടല്ലോ അല്ലെ? അതെ. അപ്പൊ എല്ലാരും സുഖമായിട്ടിരിക്കൂ, സന്തോഷമായിട്ടിരിക്കൂ, ചായയൊക്കെ കുടിച്ചിരിക്കൂ. ഞങ്ങൾ നാളെ വരാം. ഞങ്ങൾ ഇനി ശല്യപ്പെടുത്താൻ നാളെ വരാം, മറ്റൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ട്. അതുവരേക്കും അസ്സലാമു അലൈക്കും.